പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ്, WWE സൂപ്പർ താരവും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ റോമൻ റെയിൻസിന് UFC ഫ്രീഡം 250 എന്ന് പറയുന്ന ഷോയിലേക്ക് പോയിട്ട് വലിയ അപമാനം ഏൽക്കേണ്ടി വന്നതിനെ സംബന്ധിച്ചാണ്. UFC ചരിത്രത്തിൽ ഒരു മാറ്റം കുറിക്കാൻ പോകുന്ന ഒരു ഇവൻ്റായിട്ട് ഫ്രീഡം 250 മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഈ ഒരു ഇവൻ്റ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ WWE റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എച്ച് എന്ന ചീഫ് കണ്ടന്റ് ഓഫീസറും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ റോമൻ റെയിൻസുമാണ് ആ ഒരു ഷോയിലേക്ക് പോയത്. അങ്ങനെ TKO എന്ന് പറയുന്ന കമ്പനി അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ റോമൻ റെയിൻസിൻ്റെ ഒരു പിക്ചർ അവിടെ ഇട്ട് OTC ഈ ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി എന്നോണം UFC ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമറായി നിലവിൽ നമ്മളെല്ലാവരും വിലയിരുത്തുന്ന UFC ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കൊണർ മെഗ്രാഗർ ഹു എന്ന് കൊടുത്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് ആരാണ് എന്നുള്ളൊരു അർത്ഥമാണ് കൊണർ മെഗ്രാഗർ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസിനെ അറിയാത്തത് കൊണ്ടല്ല, റോമൻ റെയിൻസിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്, റോമൻ റെയിൻസിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് കൊണർ മെഗ്രാഗർ ആ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്ന് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ റോമൻ റെയിൻസും കൊണർ മെഗ്രാഗറും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് വലിയ ചർച്ചയായതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇവർക്കിടയിൽ അന്നേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. ഇനി കൊണർ മെഗ്രാഗർ WWE വരുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കുമ്പോൾ റോമൻ റെയിൻസിനെ അപമാനിക്കുന്ന രീതിയിൽ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ കാരണം WWE ആയതുകൊണ്ട് തന്നെ എല്ലാതും ഒരു സ്റ്റോറിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താറുമുണ്ട്. അപ്പോൾ നെവർ സേ നെവർ എന്താണല്ലോ പ്രൊഫഷണൽ റെസ്ലിംഗിൽ എപ്പോഴും പറയേണ്ടത്. കൊണർ മെഗ്രാഗറിൻ്റെ സ്വഭാവം നമുക്കറിയാം. പല വിഭാഗങ്ങളിലുള്ള ഫൈറ്റേഴ്സിനെ, റെസ്ലേഴ്സിനെ ആരായാലും അദ്ദേഹം എപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്, അവരെ അപമാനിക്കാറുണ്ട്. അത്തരത്തിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ റോമൻ റെയിൻസിനെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരിക്കുക. റോമൻ റെയിൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പദവിയിലിരുന്ന് കൊണർ മെഗ്രാഗറിന് ഒരു മറുപടി കൊടുക്കാൻ സാധ്യത വളരെ വിരളമെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഈ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോമൻ റെയിൻസും കൊണർ മെഗ്രാഗറും തമ്മിൽ ഒരു റിയൽ ഫൈറ്റ് നടന്നാൽ റോമൻ റെയിൻസിന് കൊണർ മെഗ്രാഗറിനെ ഇടിച്ചിടാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.